Dear students, today in this video lecture, we will be discussing about the concept financialization and the crisis of capitalism. ഫിഫ്ത്ത് മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ തവണ അത് എക്സാമിനേഷന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഫിനാൻഷ്യലൈസേഷൻ ആൻഡ് ദ ക്രൈസിസ് ഓഫ് ക്യാപിറ്റലിസം. ഫിനാൻഷ്യലൈസേഷൻ ഒരു പുതിയൊരു കോൺസെപ്റ്റ് അല്ല. അത് ഓരോ സ്ലൈഡ് കാണിക്കുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ധാരണ നിങ്ങൾക്ക് കിട്ടും. ഒരു പുതിയ കോൺസെപ്റ്റ് അല്ല. നമുക്കറിയാം, ഇന്നീ നമ്മൾ കാണുന്ന ഒരു ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഗ്രോത്തിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യലൈസേഷൻ. പ്രത്യേകിച്ചും പല എമേർജിങ് എക്കോണമിയിലും വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഗ്രോത്തോടു കൂടി, അതിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്തോടു കൂടി ഉണ്ടായത് നമുക്ക് കാണാം. അപ്പോൾ എമേർജിങ് എക്കോണമീസിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്തും മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഫിനാൻഷ്യലൈസേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എത്രമാത്രം ഉയർന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫിനാൻഷ്യലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈസ് എ കൈൻഡ് ഓഫ് ഇൻക്രീസ് ഇൻ ദി number of stocks or number of or volume of capital invested in the economic markets. So first of all, we can discuss what is meant by financialization, right? So here ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് ഡെവലപ്മെൻറ്റ് പോകുക എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും ദി അനാലിസിസ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റ് ഈസ് ഓഫ് സെൻട്രൽ ഇമ്പോർട്ടൻസ് ഇൻ പോസ്റ്റ് കനീഷ്യൻ ട്രഡീഷൻ. ഇപ്പോൾ പോസ്റ്റ് കനീഷ്യൻ ഇക്കണോമിക്സുകളെ സംബന്ധിച്ച് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു വിശകലനം അവർ നടത്തുക ഡിഫറെൻറ്റ് സ്റ്റേജസ് എടുത്തുകൊണ്ടാണ്. അതിൽ തന്നെ 1980-കളിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ശ്രദ്ധിക്കപ്പെട്ടത് ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ റോള് വലിയ തോതിൽ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു വളർച്ച ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണെന്ന് പറയുമ്പോൾ പോസ്റ്റ് കനീഷ്യൻസ് കണ്ടെത്തുന്ന ഒരു കാര്യം 1980-കളിൽ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഗ്രോത്ത് വലിയ തോതിൽ വേൾഡ് എക്കോണമിയിൽ ഉണ്ടായി. ആൻഡ് ദിസ് ഡെവലപ്മെൻറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ഫിനാൻഷ്യലൈസേഷൻ. അപ്പോൾ ഈ തരത്തിൽ എല്ലാ എമേർജിങ് എക്കോണമീസിലും, അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലും ഉൾപ്പെടെ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഗ്രോത്ത് വലിയ തോതിൽ കൂടിയത് കൊണ്ടാണ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അവിടെ കൂടിയത്. തുടർന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അടുത്ത സ്റ്റേജിലേക്ക് കടന്നത്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റിനെയാണ് ഫിനാൻഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഗ്രോത്ത് ഓഫ് ദ ഫിനാൻഷ്യൽ സെക്ടർ ഇൻ ഓൾ ദ എമേർജിങ് എക്കോണമീസ് ഡ്യൂറിങ് 1980s. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഫിനാൻഷ്യലൈസേഷൻ. ആൻഡ് we have to discuss the development of financialization. So first of all, we can discuss the meaning or definition for the term financialization. So financialization is one of the three terms often used to characterize the past 3 decades of capitalism, the other two being neoliberalism and globalization. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ടേംസാണ് ഫിനാൻഷ്യലൈസേഷൻ, മറ്റു 2 ടേംസാണ് നിയോ ലിബറലിസം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ. ഇത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ 3 സൃഷ്ടികളാണ് എന്ന് നമുക്ക് പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവ 3ഉമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ സഹായിക്കുന്നത്. ആൻഡ് എംസ്റ്റീൻ ഹിയർ ഡിഫൈൻസ് financialization as the increasing role of financial motives, financial markets, financial actives and financial institutions in the operation of the domestic and international economies. നോക്കൂ, അപ്പോൾ ഫിനാൻഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഇവിടെ എപ്സിന് ഉദ്ദേശിക്കുന്നത്
ഇറ്റ് ഈസ് ദി ഇൻക്രീസിങ് റോൾ ഓഫ് ഫിനാൻഷ്യൽ മോട്ടീവ്സ്. ഫിനാൻഷ്യൽ മോട്ടീവ്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ആക്ടേഴ്സ് കൂടുതൽ കടന്നു വരുന്നു, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ വാട്ട് പർപ്പസ്? ഇൻ ദി ഓപ്പറേഷൻ ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ എക്കോണമീസ്. അപ്പോൾ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ എക്കോണമീസിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ധാരാളം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ ആക്ടേഴ്സും ഫിനാൻഷ്യൽ മാർക്കറ്റ്സും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ മോട്ടീവ്സും അധികമായി ഉണ്ടാകുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ഫിനാൻഷ്യലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫിനാൻഷ്യലൈസേഷൻ ഹാസ് മെനി ഡയമെൻഷൻസ് ആൻഡ് റിലേറ്റ്സ് ടു ന്യൂമറസ് ഡിഫറെൻറ്റ് ഇക്കണോമിക് എൻറ്റിറ്റീസ്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ ഡയമെൻഷൻസും എന്ന് നോക്കാം. സോ വൺ കീ ഡയമെൻഷൻ ഈസ് ദ സ്പെക്ടക്കുലർ റൈസ് ഓഫ് ദി ഫിനാൻഷ്യൽ സെക്ടർ. അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ഡയമെൻഷൻസാണ് ഈ ഫിനാൻഷ്യലൈസേഷനുള്ളത്. അതിലൊന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ദ സ്പെക്ടക്കുലർ റൈസ് ഓഫ് ദ ഫിനാൻഷ്യൽ സെക്ടർ ഇറ്റ്സെൽഫ്. എന്താണ്? ഇപ്പോൾ ഗ്രീൻവുഡ് ആൻഡ് ഷോഫ്സ്റ്റെയിൻ റിപ്പോർട്ട് എ മാസീവ് ഗ്രോത്ത് ഓഫ് ദ ഫിനാൻഷ്യൽ സെക്ടർ ഓവർ ദി past 30 years in United States, measured either by the financial sector's share of GDP, the volume of financial assets, employment and average wages in the financial sector. അപ്പോൾ ഒന്നാമതായി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഒരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ള റൈസാണ്. അതിൽ ഉദാഹരണ സഹിതം നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ 2013 റിപ്പോർട്ട് വരുന്നത്. 2013 മുതൽ പുറകോട്ടുള്ള 30 വർഷ കാലയളവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ വലിയ അഭൂതപൂർവമായിട്ടുള്ളൊരു വളർച്ച കാണാൻ സാധിക്കും. ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ദ ഫിനാൻഷ്യൽ സെക്ടർ ക്യാൻ ബി മെഷേർഡ് എയ്തർ ബൈ ദ ഫിനാൻഷ്യൽ സെക്ടേഴ്സ് ഷെയർ ഓഫ് GDP. മൊത്തം GDPയിൽ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് മനസ്സിലാക്കും. വോളിയൂം ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് എത്രമാത്രമാണെന്ന് നമുക്ക് മെഷർ ചെയ്താൽ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഒരു സ്പെക്ടാക്കുലർ റൈസ് എത്രയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ആവറേജ് വേജ് ഇൻ ദി ഫിനാൻഷ്യൽ സെക്ടർ, ഇവയെല്ലാം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതാണ്ട് 30 വർഷ കാലയളവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഗ്രീൻവുഡ് അല്ലെങ്കിൽ ഷോഫ്സ്റ്റെയിൻ അഭിപ്രായപ്പെടുന്നത് ഒരു മാസീവ് ഗ്രോത്ത് ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ കാര്യത്തിൽ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ദ റൈസ് ഓഫ് ദി ഫിനാൻഷ്യൽ സെക്ടർ ഈസ് ഓൾസോ മിറേർഡ് ബൈ ദ റൈസ് ഇൻ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി കമ്പയർഡ് ടു റിയൽ പ്രൊഡക്ടിവിറ്റി ആക്ടിവിറ്റി. മറ്റൊരു കാര്യം എടുക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റ് എത്രമാത്രം ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയാണ് റിയൽ പ്രൊഡക്ടിവിറ്റി ആക്ടിവിറ്റിയേക്കാൾ കൂടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോഴും നമുക്ക് ഫിനാൻഷ്യലൈസേഷൻ എത്രമാത്രമാണ് ഈ എക്കോണമിയിൽ നടന്നിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ ഫിനാൻഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആസ് എ ഷെയർ ഓഫ് GDP എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും ജർമ്മനി, ഫ്രാൻസ്, UK, US എന്നീ രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുക. അതിൽ ഗ്രേ ഡോട്ടഡ് ലൈൻ ജർമ്മനിയെ സൂചിപ്പിക്കുന്നു, ഡാർക്ക് ഡോട്ടഡ് ലൈൻ ഫ്രാൻസിനെ സൂചിപ്പിക്കുന്നു, ഡാർക്ക് ലൈൻ USA സൂചിപ്പിക്കുന്നു, ഏറ്റവും മുകളിലുള്ള ഗ്രേ ലൈൻ UK സൂചിപ്പിക്കുന്നു. അപ്പോൾ 1975 മുതൽ 2011 വരെയുള്ള ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റും തുടർന്നുണ്ടായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുമാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ജർമ്മനിയേക്കാളും ഫ്രാൻസിനേക്കാളും ഒക്കെ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത് USA-ക്കും UK-ക്കുമാണ് അല്ലേ. 2000-ൽ പ്രത്യേകിച്ചും യുണൈറ്റഡ് കിങ്ഡം, UK, അമേരിക്കയിലൊക്കെ ഒത്തിരി മുകളിലാണ് അല്ലേ. 180% ടച്ച് ചെയ്യുന്നതാണ് UK-യുടെ ഒരു ഗ്രോത്ത് റേറ്റ്. എന്നാൽ അമേരിക്കയുടെ 160 അല്ലെങ്കിൽ 162, ഏറ്റവും പോയി കഴിഞ്ഞാൽ 165
ആ ഒരു പെർസെൻറ്റിലാണ് അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഒരു ഗ്രോത്ത്. തുടർന്ന് അങ്ങോട്ട് ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നുണ്ട്. പിന്നെ 2008 ആയപ്പോഴേക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ താഴേക്ക് കൂപ്പുകുത്തിയായിട്ട് നമുക്ക് കാണാം. അതായത് 180 നിന്നും 100 യു കെയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ താഴുന്നു. അതോടെ തന്നെ 140 നിന്നും അമേരിക്കയുടെയും 100 താഴേക്ക് താഴുകയുണ്ടായി. 2008 ക്രൈസിസുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഈ തരത്തിൽ ഒരു ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിനെയും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റൈറ്റ്. So another dimension of financialization relates to the rise in the financial activity and the financial orientation pursued by the non-financial corporations. മറ്റൊരു പ്രധാനപ്പെട്ട ഡയമെൻഷൻ ഫിനാൻഷ്യലൈസേഷൻ്റെ ഭാഗമായി ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയിൽ വലിയ തോതിലുള്ള റൈസ് ഉണ്ടാവുകയും നോൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് വലിയ തോതിൽ ഫിനാൻഷ്യൽ സെക്ടേഴ്സിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നുള്ളതാണ്. നോൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബാങ്ക് പോലെ, എന്നാൽ ബാങ്ക് പോലെ എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാത്ത, എന്നാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നാമമാത്രമായിട്ടുള്ള ഫങ്ഷൻസ് നിർവഹിക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ നോൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് എന്നോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്നൊക്കെ NBFIs എന്നോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. So the rise in the shareholder value movement as a concept of corporate governance changed managerial focus from the long-term growth objective of the firm to the short-term objective of favoring shareholders' interest. അപ്പോൾ ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസും ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയും എല്ലാം അവിടെ കൂടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ സംഭവിച്ച ഒരു കാര്യം വലിയ തോതിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസിൽ അവിടെ ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം എക്കോണമിയിൽ കൂടുകയും വലിയ ഒരു ഷെയർ ഹോൾഡർ വാല്യൂ മൂവ്മെൻറ്റ് എക്കോണമിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ളൊരു കോർപ്പറേറ്റ് ഗവേണൻസിൽ മാറ്റമുണ്ടായി. മാറ്റം എന്ന് പറയുന്നത് അവർ അവരുടെ മാനേജറിയൽ ഫോക്കസ് ലോങ് ടൈം ഗ്രോത്ത് ഒബ്ജക്റ്റീവിൽ നിന്നും ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവിലേക്ക്, പ്രത്യേകിച്ചും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്ന ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. ഇപ്പം നേരത്തെയൊക്കെയാണ് ഫിനാൻഷ്യലൈസേഷനൊക്കെ മുന്നേ ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോങ് ടൈം ഒബ്ജക്റ്റീവാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക, പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യുക, അവിടെ ക്യാപിറ്റൽ കൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഫിനാൻഷ്യൽ സെക്ടർ ഗ്രോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് വളരുകയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് കമ്പനികളുടെ വിൽക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനികളുടെ എല്ലാം ഓണേഴ്സായിട്ട് ധാരാളം ഷെയർ ഹോൾഡേഴ്സ് വരികയും ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വലിയ കോർപ്പറേറ്റ്സിന് വരികയും ചെയ്തു. അപ്പോൾ കോർപ്പറേറ്റ്സിന് ലോങ് ടൈമിലേക്കുള്ള ക്യാപിറ്റൽ കപ്പാസിറ്റി ഇൻക്രീസിനേക്കാൾ ഏറെ പ്രാധാന്യം ഷോർട്ട് ടൈമിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റിന് വാല്യൂ കൂട്ടുന്നതിലേക്ക് മാറി എന്നുള്ളതാണ്. കാരണം അധികമായി ലാഭം കിട്ടും എന്ന് കണ്ടാൽ മാത്രമേ അധികമായി ഷെയർ ഹോൾഡേഴ്സ് ആ എൻ്റർപ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ബിഗ് കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് സംബന്ധിച്ച് ഒരു ലോങ് ടൈം ഒബ്ജക്റ്റീവിനേക്കാൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ ഒരു ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവിലേക്ക് മാറുകയുണ്ടായി. മോറോവർ, നോൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഹെവിലി റിലൈഡ് ഓൺ സ്റ്റോക്ക് റീപർച്ചേസസ് ടു ഇൻക്രീസ് സ്റ്റോക്ക് പ്രൈസസ്. ഇപ്പോൾ നോൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിൻ്റെ ഇവിടെ റോള് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവരും ഈ തരത്തിലെ ഷെയർസ് അധികമായി വാങ്ങിക്കൂട്ടുകയും, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LICയിൽ നമ്മളടയ്ക്കുന്ന പ്രീമിയമൊക്കെ അവർ ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുവഴി എന്താ സംഭവിക്കുക,
ഇങ്ങനെ ഒന്നോ രണ്ടോ NBFIs അല്ല ഇന്ത്യയിലും ലോകത്തുമുള്ളത്, ധാരാളമുണ്ട്. അപ്പോൾ ഇവർ അധികമായിട്ട് ബൾക്കായിട്ട് ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ദ നോൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഹെവിലി റിലൈഡ് ഓൺ ദ സ്റ്റോക്ക് റീപർച്ചേസസ് to increase the stock prices. According to European Central Bank, the increase in dividend payments and stock buybacks are also a common practice undertaken by firms in the Euro era. അപ്പോൾ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പഠനത്തിൽ അവർക്ക് മനസ്സിലായത് ഈ ഒരു യൂറോ ഏരിയയിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ ഡിവിഡൻഡ് പേയ്മെൻറ്റ്സ് അധികമായി കൂടുകയുണ്ടായി. സ്റ്റോക്ക് ബൈബാക്സ്, അതായത് സ്റ്റോക്കിൻ്റെ സെല്ലിങ്ങും തുടർന്നുള്ള പർച്ചേസും റീപർച്ചേസും അവിടെ കൂടെ ഉണ്ടായി. സോ ദാറ്റ് സീംസ് ടു ബി എ കോമൺ പ്രാക്ടീസ് ഇൻ ദി യൂറോ ഏരിയ ഡ്യൂറിങ് ദി ടൈം ഓഫ് ഫിനാൻഷ്യൽ capitalization or financialization. So moreover, it is reported that those non-financial companies investing in their own equity curtailed റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നോൺ ഫിനാൻഷ്യൽ കമ്പനീസ് അവരുടെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അവരുടെ പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി അധികമായി കൂട്ടാതെ അധികമായി സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപിച്ചു എന്നുള്ളതാണ്. സോ ടേക്കൺ ടുഗദർ, നോൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഹാവ് റീപ്ലേസ്ഡ് ദ ഓൾഡ് സ്ട്രാറ്റജി ഓഫ് റീറ്റെയിൻ ആൻഡ് ഇൻവെസ്റ്റ് വിത്ത് ഡൗൺ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ നോൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് അധികമായി കടന്നു വന്നതോടുകൂടി തന്നെ അവരുടെ സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും മാറ്റുകയുണ്ടായി. നേരത്തെ അവർ റീറ്റെയിൻ ആൻഡ് ഇൻവെസ്റ്റ് എന്ന സ്ട്രാറ്റജി ആയിരുന്നു, അതായത് പ്രോഫിറ്റ് അധികമായി റീറ്റെയിൻ ചെയ്യുക, ആ പ്രോഫിറ്റ് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുക, അധികമായിട്ട് ലാഭം ഉണ്ടാക്കുക. അതിൽ നിന്നൊക്കെ മാറി ഡൗൺ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിലേക്ക് അവരുടെ പോളിസി മാറ്റി. ഡൗൺ സൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഷെയർസ് അധികമായി ഷെയർസ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാക്സിമം ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന രീതിയിൽ അവർ ഷെയർസ് വിൽക്കുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പോളിസിയിലേക്ക് നോൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് അവിടെ മാറി എന്നുള്ളതാണ്. ആൻഡ് another aspect of financialization that appears in many OECD countries is the rise in the debt in different sectors. സോ മറ്റൊരു ഡയമെൻഷൻ, ഫിനാൻഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും OECD കൺട്രീസിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡെറ്റ് റൈസാണ്. ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഡെറ്റ് അധികമായി ഈ OECD രാജ്യങ്ങളിൽ കൂടുകയുണ്ടായി ഫിനാൻഷ്യലൈസേഷൻ്റെ ഭാഗമായി. എന്താണ് പർട്ടിക്കുലർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗസ് ഹോൾഡ് ഡെറ്റ് relative to disposable income has risen sharply for Germany, Greece, Japan, the UK and the US for the years 1995, 2000, 2005 and 2010. And here all countries considered have a tendency of rising debt ratios from mid-1990s to Great Recession. High household debt ratios are potential source of instability, since in a recession it might be difficult to service debt. അപ്പോൾ ഈ ഫിനാൻഷ്യലൈസേഷൻ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള ഫിനാൻഷ്യൽ ഗ്രോത്തിന് കാരണമാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് അത് വലിയ തോതിലുള്ള ഡെറ്റ് ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ പ്രത്യേകിച്ചും OECD രാജ്യങ്ങളിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. പർട്ടിക്കുലർലി ഹൗസ് ഹോൾഡ് ഡെറ്റ് പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയെയും ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും അധികമായി ബാധിച്ചു. അത് വലിയ തോതിലുള്ള ഇൻസ്റ്റബിലിറ്റീസിന് കാരണമായി. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 3 ഡയമെൻഷൻസ് ഫിനാൻഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ നെക്സ്റ്റ് വി വിൽ ബി going to discuss financialization as a new stage of capitalism. Financialization as a new stage of capitalism. So the first thing that we have to discuss here is the possibility of crisis in the maximum framework. Possibility of crisis in the maximum framework.
അപ്പോൾ ഫിനാൻഷ്യലൈസേഷൻ ആസ് എ ന്യൂ സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പല സ്റ്റേജുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല സ്റ്റേജിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യലൈസേഷൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പ്രത്യേകിച്ചും പല ഇക്കണോമിസ്റ്റുകളും മുന്നോട്ട് വച്ചിട്ടുണ്ട്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ കുറേ കഴിയുമ്പോൾ ഡീക്കേ ആകും, അല്ലേ, കുറേ കഴിയുമ്പോൾ കൊളാപ്സ് ആകും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം പല രീതിയിലുള്ള സൈക്കിൾസിന് വിധേയമാകും. അപ്പോൾ അതുകൊണ്ട് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പോസിബിലിറ്റി ഓഫ് ക്രൈസിസ് ഇൻ ദി മാക്സിമം ഫ്രെയിംവർക്ക് ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് ഫിനാൻഷ്യലൈസേഷൻ. ഇങ്ങനെ ഒരു ഫിനാൻഷ്യലൈസേഷൻ പ്രോസസ്സ് അവിടെ നടക്കുമ്പോൾ ക്രൈസിസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് എന്താണ്, അതിനെക്കുറിച്ച് മാർക്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ മാർക്സ് പ്രഡിക്റ്റഡ് ദി ക്രൈസിസ് ഇൻ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി with the tendency of the rate of profit to fall due to overproduction, underconsumption, or disproportionality and overaccumulation with respect to labor. So it is very evident that there should be a crisis in the capitalist economy as a result of the decrease in the rate of profit. So it may be due to number of reasons. It may be because of overproduction. It may be because of underconsumption. So whatever be the reason, there will be a point of time in which the capitalist will suffer due to the decline in the rate of profit. And here the central to Marxian macro theory are the capitalist mode of production and the circuit of capital. The mode of production is made by the forces and social relations of production, whereas the circuits of capital describe the stages of the capital accumulation process. So in the Marxian theory of economic development, we already studied the mode of production and the social relations of production. But here another central argument of the Marxian macroeconomic theory is the circuit of capital. And here the circuit of capital describe the stages of the capital accumulation process. So we can discuss in detail what is meant by circuit of capital. So in the beginning of a production process, the capitalist invest a certain amount of capital consisting of constant capital M, the means of production, and the variable capital labor, that we all know. So in the beginning of the circuit is actually a circuit capital is actually a process in which we invest in the initial stages and we make profit in the last stage. So in the beginning of a production process, we all know the capitalist invest a lot of amount of money, a lot of amount of capital consisting of both fixed capital and variable capital, or constant capital and variable capital, right? So during the production process in the circuit 2, that is circuit 2, the invested capital is transformed, creating surplus value. The value of the created commodity C exceeds the original value by a surplus. So in the production process, in the second circuit, during the production process, so whatever capital is invested, that is constant capital and variable capital, creates some surplus value, and that surplus value is the value of the created commodity exceeds the original value by a surplus. So whatever means of production that we have employed in the production of a particular commodity, after producing that commodity, the value of that commodity may exceed the value of the resource that we have used, and that gives a surplus. So that is the surplus value. And finally, the commodities are sold and turned into money.
So M dash and M dash is greater than M. That is the circuit 3. That is circuit 3. So that is money, commodity money. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് എം അല്ലേ? ആദ്യം മണി ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലേ? ദാറ്റ് ഈസ് എം, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ എം. ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ generates the additional money, that is M dash, and here M dash is greater than M. In the circuit 3 we could achieve a profit by having a difference between M dash and M, and M is the initial constant capital and M dash is the final revenue turned into money. So M dash is greater than M. So from this follows Marx Fermat's short schema: money, commodity, money. So we first invest money, then we produce commodities, and we make money after selling all the produced commodities. That is M dash. MC M dash. So there are 3 major mechanisms that supposedly lead to a crisis. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സർക്യൂട്ട് അപ്രോച്ച് അനുസരിച്ച് ക്യാപിറ്റലിസ്റ്റ് മണി ഇൻവെസ്റ്റ് ചെയ്ത് കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിച്ച് മണി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ ക്രൈസിസ് എക്കോണമിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മാർക്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 മേജർ മെക്കാനിസംസാണ് ക്രൈസിസിന് കാരണമായിട്ട് കാറൽ മാർക്സ് ചൂണ്ടിക്കാണിക്കുന്നത്. The first mechanism relates to the tendency of the falling rate of profit when organic composition of capital, that is the ratio of constant capital to variable capital, increases. The rate of profit, that is ratio surplus value to total profit, declines. അപ്പോൾ ഒന്നാമത്തെ മെക്കാനിസം, ക്രൈസിസിന് കാരണമാകുന്ന ഒന്നാമത്തെ കാരണം റേറ്റ് ഓഫ് പ്രോഫിറ്റ് അവിടെ കുറയുന്നു എന്നുള്ളതാണ്. റേറ്റ് ഓഫ് പ്രോഫിറ്റ് കൂടാനുള്ളൊരു കാരണം ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ വേരിയബിൾ ക്യാപിറ്റൽ അപേക്ഷിച്ച് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ വേരിയബിൾ ക്യാപിറ്റലിനേക്കാൾ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും റേറ്റ് ഓഫ് പ്രോഫിറ്റ് അവിടെ കുറയും. കാരണം എന്താ? കാരണം നമുക്കറിയാം മാർക്സിൻ്റെ തിയറിയിൽ ലേബറിനെ അപേക്ഷിച്ച് ക്യാപിറ്റലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ സർപ്ലസ് വാല്യൂ അധികമായിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ലേബർ അവിടെ ഉണ്ടെങ്കിലാണല്ലോ അധികമായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ സാധ്യമാകുന്നുള്ളൂ. പക്ഷേ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റലാണ് ടോട്ടൽ ക്യാപിറ്റൽ കൂടുതലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ അധികമായി സാധ്യമല്ല. അതുകൊണ്ട് സർപ്ലസ് വാല്യൂ അവിടെ കുറയും. അതുകൊണ്ട് റേറ്റ് ഓഫ് പ്രോഫിറ്റ് അവിടെ കുറയും. സെക്കൻഡ് മെക്കാനിസം പൊട്ടൻഷ്യലി ലീഡിങ് ടു എ ക്രൈസിസ് റിലേറ്റ്സ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് അണ്ടർ കൺസംഷൻ. മറ്റൊരു ക്രൈസിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇൻകത്തിൻ്റെ വിതരണത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് അണ്ടർ കൺസംഷൻ ഉണ്ടാവുകയാണെങ്കിൽ എക്കോണമിയിൽ ക്രൈസിസ് ഉണ്ടാകും. പ്രത്യേകിച്ചും നമുക്കറിയാം എക്കോണമിയിൽ പ്രധാനപ്പെട്ട കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് വർക്കേഴ്സാണ്. അപ്പോൾ വർക്കേഴ്സിന് അനുകൂലമായിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അഗ്രേഡ് ഡിമാൻഡ് കൂടും, അവിടെ പ്രൊഡക്ഷൻ കൂടും, എംപ്ലോയ്മെൻറ്റ് കൂടും, ലാഭം അതേമായിട്ട് ക്യാപിറ്റലിസ്റ്റിന് കിട്ടും. പക്ഷേ വർക്കേഴ്സിന് പ്രതികൂലമായിട്ടാണ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതെങ്കിലോ അവിടെ വർക്കേഴ്സിന് കിട്ടുന്ന ഇൻകം കുറയും, അവിടെ ഡിമാൻഡ് കുറയും, പർച്ചേസിംഗ് പവർ കുറയും, ഡിമാൻഡ് കുറയും, സപ്ലൈ ഡിമാൻഡ് ഒരു മിസ്മാച്ച് ഉണ്ടാകും, അൾട്ടിമേറ്റ്ലി ലീഡിങ് ടു എ ഫെയിലിയർ ടു റിയലൈസ് സർപ്ലസ് വാല്യൂ. ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ വിറ്റഴിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എപ്രകാരമാണ് എക്കോണമിയിൽ നടക്കുന്നത് എന്നുള്ളത് സർപ്ലസ് വാല്യൂവിൻ്റെ ജനറേഷനുമായി ബന്ധപ്പെട്ട് സർപ്ലസ് വാല്യൂ ജനറേഷന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലേബേഴ്സിന് അനുകൂലമല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ സർപ്ലസ് വാല്യൂവിൻ്റെ ജനറേഷൻ ക്യാപിറ്റലിസ്റ്റിന് സാധ്യമാകില്ല എന്നുള്ളതാണ്. ദ തേർഡ് മെക്കാനിസം പൊട്ടൻഷ്യലി കോൺട്രിബ്യൂട്ടിംഗ് ടു ക്രൈസിസ് റിലേറ്റ്സ് ടു പവർ റിലേഷൻസ്. പവർ റിലേഷൻസ് പ്രത്യേകിച്ചും മാർക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് പവർ റിലേഷൻസ്. ഈ പവർ റിലേഷൻസിലുണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായിട്ടും ക്രൈസിസിന് കാരണമാകും. എന്താണ്? ഹിയർ എ ഡിക്ലൈൻ ഇൻ ദി ഇൻഡസ്ട്രിയൽ റിസർവ് ആർമി സ്ട്രെങ്തൻസ് വർക്കേഴ്സ് ബാർഗൈനിങ് പവർ vis-a-vis capitalist, probably leading to higher wages. A rise in the share of labor income potentially contributes to a decline in the rate of profit, that is, a profit skews, and hence to a fall in the rate of accumulation.
അപ്പോൾ ഇവിടെ കാൾ മാർക്സ് ചൂണ്ടിക്കാണിക്കുന്നത് പവർ റിലേഷൻസിൽ വ്യത്യാസം വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റും വർക്കേഴ്സും തമ്മിലുള്ള പവർ റിലേഷൻസിൽ അവിടെ വ്യത്യാസം വരികയാണെങ്കിൽ അത് ക്രൈസിസിലേക്ക് നയിക്കും. നമുക്കറിയാം, ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഒരു ലീഡിങ് റോള് അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് പൊസിഷൻ എടുക്കുന്നത് ആരാണ്? ക്യാപിറ്റലിസ്റ്റാണ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഒരു ഡോമിനേറ്റിംഗ് റോളാണ് തീർച്ചയായിട്ടും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമുക്കറിയാം. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റീവ് അല്ലാത്ത വർക്ക് ഫോഴ്സ് പുറത്തേക്ക് പോകുന്നു, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാപിറ്റലിസ്റ്റ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ വലിയ ഒരു ഇൻഡസ്ട്രിയൽ റിസർവ് ആർമി എക്കോണമിയിൽ ഉണ്ടാകുന്നു, അല്ലേ? അങ്ങനെ ഇൻഡസ്ട്രിയൽ റിസർവ് ആർമി അവിടെ കൂടുക എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ അവിടെ കുറയുന്നു എന്നുള്ളതാണ്. കാരണം തൊഴിൽ ഇല്ലാത്തവരുടെ എണ്ണം അവിടെ കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം തൊഴിൽ ഇല്ലാത്തവരെ സംബന്ധിച്ച് എക്കോണമിയിൽ, ലേബർ മാർക്കറ്റിൽ ബാർഗെയിനിങ് പവർ ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ എക്കോണമി റീഗെയിൻ ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ റിസർവ് ആർമി അവിടെ കുറയുകയാണ് എങ്കിൽ, അധികമായിട്ട് എംപ്ലോയ്മെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്കേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ അവിടെ സ്ട്രെങ്തൻ ചെയ്യും. എക്കോണമിയിൽ എപ്പോഴും ഡിമാൻഡ് ഫോർ ലേബർ കൂടുമ്പോഴാണല്ലോ വർക്കേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ അവിടെ കൂടുന്നത്. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ റിസർവ് ആർമി കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഡിമാൻഡ് ഫോർ ലേബർ കൂടുന്നു, എംപ്ലോയ്മെൻറ്റ് കൂടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വർക്കേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ കൂടുകയും സ്വാഭാവികമായിട്ടും ക്യാപിറ്റലിസ്റ്റിൻ്റെ ബാർഗെയിനിങ് പവറോടൊപ്പം തന്നെ വർക്കേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ കൂടുകയും ചെയ്യുമ്പോൾ എന്തിലേക്ക് നയിക്കും? അത് അധികമായിട്ട് വേജസിലേക്ക് നയിക്കും. സോ ദേ നൗ ക്യാൻ ഡിമാൻഡ് എ ഹയർ വേജസ് ആസ് ദേ ഹാവ് ഗോട്ട് ഹയർ ബാർഗെയിനിങ് പവർ. അപ്പം അങ്ങനെ ബാർഗെയിനിങ് പവർ അവിടെ കൂടുമ്പോൾ ഹയർ വേജസ് അവർക്ക് കിട്ടും, ഹയർ ലേബർ ഇൻകം. സ്വാഭാവികമായിട്ടും ക്യാപിറ്റലിസ്റ്റിനെ സംബന്ധിച്ച് ഒരു തലവേദന തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഹയർ വേജസ് അവിടെ കൊടുക്കപ്പെടുമ്പോൾ ലാഭത്തിൻ്റെ വിഹിതം അവിടെ കുറയും, അങ്ങനെ പ്രോഫിറ്റ് അവിടെ കുറയും. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് അക്കുമുലേഷൻ അവിടെ കുറയും. ഇങ്ങനെ എക്കോണമി ക്രൈസിസിലേക്ക് പോകുമെന്നാണ് കാറൽ മാർക്സ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ 3 ഡയമെൻഷൻ എടുത്തുകൊണ്ടാണ് കാറൽ മാർക്സ്, അല്ലെങ്കിൽ 3 മെക്കാനിസംസ് എടുത്തുകൊണ്ടാണ് കാറൽ മാർക്സ് ക്രൈസിസിലേക്ക് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം കടന്നു പോകുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദർ ആർ 2 സ്കൂൾസ് ഓഫ് തോട്ട് ഇൻ ദി മാർക്സിയൻ ട്രഡീഷൻ which consider financialization as the latest stage of capitalism. ഇപ്പോൾ മാർക്സിയൻ ട്രഡീഷൻ നോക്കുവാണെങ്കിൽ 2 സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യലൈസേഷൻ ആസ് ദ ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം. ഫിനാൻഷ്യലൈസേഷനാണ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി 2 സ്കൂൾസ് ഓഫ് തോട്ടാണുള്ളത്. ദ ഫസ്റ്റ് ഈസ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് അക്കുമുലേഷൻ തിയറി ആൻഡ് ദി മന്ത്ലി റിവ്യൂ സ്കൂൾ. നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം. ഡീറ്റെയിൽഡായിട്ട് നോട്ട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഹിയർ ദി സോഷ്യൽ സ്ട്രക്ചർ ഓഫ് അക്കുമുലേഷൻ തിയറി കൺസെപ്ച്വലൈസസ് ക്യാപിറ്റലിസം ഇൻ കോൺസിക്യൂട്ടീവ് സൈക്കിൾസ് ഈച്ച് ലാസ്റ്റിംഗ് അബൌട്ട് 50 to 60 years. നോക്കൂ, അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ അക്കുമുലേഷൻ കൺസെപ്ച്വലൈസ് ചെയ്യുന്നത് ക്യാപിറ്റലിസം ഇൻ എ കോൺസിക്യൂട്ടീവ് സൈക്കിൾസ് ലാസ്റ്റിംഗ് 50 to 60 years. അപ്പോൾ 50 to 60 years ഡ്യൂറേഷനുള്ള സൈക്കിൾസാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് അക്കുമുലേഷൻ തിയറി അനുസരിച്ച് എടുത്തിട്ടുള്ളത്. These cycles are divided into phases of growth and stagnation. ഇതിൽ തന്നെ 50 to 60 years can be divided into phases of growth and stagnation. And here SSI theory seeks to identify the institutional arrangements that support economic expansion. So here the theory identifies some institutional arrangements which support economic expansion. Here institutions refer to a set of transnational and international organizations or customs
for example, World Bank, or the bargaining power of the trade unions. So all these are known as institutions. So when we mean institutions, it may be the transnational or international organizations or customs, etc. Right? So recent work defines social structure of accumulation as a coherent, long-lasting institutional structure that promotes profit making and serves as a framework for capital accumulation. Since the early 1980s, a new SSA has arrived, which is called global neoliberalism. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ അക്കുമുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ എക്കോണമിയിൽ ക്യാപിറ്റൽ അക്കുമുലേഷൻ കൂട്ടുകയും അതിനെ തുടർന്ന് പ്രോഫിറ്റ് മേക്കിംഗ് ആക്ടിവിറ്റീസ് അധികമായി ഉണ്ടാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് അക്കുമുലേഷൻ. സോ വി ഹിയർ ദ ക്യാപിറ്റലിസ്റ്റ് ഹിയർ അക്കുമുലേറ്റ് പ്രോഫിറ്റ് and they may build the long-lasting institutional structures that always promote profit making and serves as a framework for capital accumulation. So the social structure accumulation here mean by all those institutions or all those structures which build for the creation of capital or promotion of profit. അപ്പോൾ 1980-കളിൽ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സ്ട്രക്ചറാണ് ഗ്ലോബൽ നിയോ ലിബറലിസം. അല്ലെങ്കിൽ 80-കളിൽ തുടക്കം കുറിച്ച ഒരു പുതിയ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഓഫ് അക്കോമഡേഷനാണ്, പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറാണ് ഗ്ലോബൽ നിയോ ലിബറലിസം. ദ നിയോ ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഫ്രീ മാർക്കറ്റ് ഐഡിയോളജി വിച്ച് ഇൻവോൾവ്സ് ദി ഡിമൈസ് ഓഫ് സ്റ്റേറ്റ് റെഗുലേറ്ററി സ്ട്രക്ചേഴ്സ് ആൻഡ് എ ഷിഫ്റ്റ് ഓഫ് പവർ ഫ്രം ലേബർ ടു ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു നിയോ ലിബറൽ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രീ മാർക്കറ്റ് ഐഡിയോളജിയുള്ള, സ്റ്റേറ്റിൻ്റെ റോള് വളരെ പരിമിതമായിട്ടുള്ള, അധികാരം ലേബറിൽ നിന്നും ക്യാപിറ്റലിലേക്ക് മാറ്റപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. നമുക്കറിയാം, ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ സ്റ്റേറ്റിൻ്റെ റോള് നാമമാത്രമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അധികാരം ക്യാപിറ്റലിസ്റ്റിൻ്റെ കയ്യിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണാം. So at a global level, the neoliberal SSA is characterized by a tremendous rise in cross-border movements of goods and capital and the geographical extension of global production chains. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നിയോ ലിബറൽ SSA വലിയ തോതിലുള്ള ഒരു ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ്സ്, രാജ്യാന്തര അതിർത്തി കടന്നുള്ള ഗുഡ്സ് ആൻഡ് ക്യാപിറ്റലിൻ്റെ ഒരു മൂവ്മെൻറ്റിനും അതോടൊപ്പം തന്നെ ജിയോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് ഗ്ലോബൽ പ്രൊഡക്ഷൻ ചെയിൻസിനും കാരണമായി എന്നുള്ളതാണ്. ഇതിനെ തുടർന്നാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും എല്ലാം ലോകരാജ്യങ്ങളിൽ പടർന്ന് പിടിക്കുന്നതും അല്ലെങ്കിൽ പടർന്ന് പന്തലിക്കുന്നതും. റൈറ്റ്? അതാണ് ജിയോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് ഗ്ലോബൽ പ്രൊഡക്ഷൻ ചെയിൻസ് അല്ലേ. ഇന്ന് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വിവിധ എക്കോണമീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഉൽപ്പാദനം നടത്തുന്നതും എല്ലാം ഈ ഗ്ലോബൽ പ്രൊഡക്ഷൻ ചെയിൻസിൻ്റെ ഭാഗമാണ്. അതാണ് ഗ്ലോബൽ ലെവലിലുള്ള സിനാരിയോ. ഇനി നിയോ ലിബറലിസം എങ്ങനെയാണ് ഡൊമസ്റ്റിക് ലെവലിൽ എക്കോണമിയെ ബാധിക്കുന്നത്? അറ്റ് എ ഡൊമസ്റ്റിക് ലെവൽ, ദി നിയോ ലിബറൽ SSA ചേഞ്ചസ് ദി ക്യാപിറ്റൽ ലേബർ റിലേഷൻ. Above all, the weakening of trade union bargaining power while labor relations also change considerably. നോക്കൂ, അപ്പോൾ ഡൊമസ്റ്റിക് ലെവലിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഈ നിയോ ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലേബർ പവർ അധികമായി കുറയ്ക്കാനുണ്ടായത്. ക്യാപിറ്റലിസ്റ്റിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ രാജ്യത്തുള്ള ബിഗ് കോർപ്പറേഷനെ അപേക്ഷിച്ച് ലേബർ പവർ അധികമായി കുറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ ക്യാപിറ്റൽ ലേബർ റിലേഷൻസിലുണ്ടായ ചേഞ്ച് ട്രേഡ് യൂണിയൻ്റെ ബാർഗനിങ് പവറിനെ കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ അത് ലേബർ റിലേഷൻസിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനും സാധിച്ചു. പലപ്പോഴും ലേബർ യൂണിയൻ പവർ വീക്കായി കഴിയുമ്പോൾ ലേബർ തമ്മിലുള്ള യൂണിറ്റി അവിടെ കുറയുകയും
ലേബർ ഡിസ്പേഴ്സായി പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴൊക്കെ ബാർഗെയിനിങ് സ്ട്രെങ്ത് ആരുടെയാണ് കൂടുന്നത്? ക്യാപിറ്റലിസ്റ്റിൻ്റെയാണ് കൂടുന്നത്. അതുകൊണ്ട് ഗ്ലോബൽ നിയോ ലിബറലിസം ഗ്ലോബൽ ലെവലിലും നാഷണൽ ലെവലിലുമെല്ലാം ഈ തരത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. The institutional structure of the neoliberal SSA provides, on the one hand, a favorable environment for the creation of surplus value. അപ്പോൾ ക്യാപിറ്റലിസം സംബന്ധിച്ച് ഈ ഒരു നിയോ ലിബറൽ SSA പൂർണ്ണമായിട്ടും സർപ്ലസ് വാല്യൂ ഉണ്ടാക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. വൈൽ ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് റീഡിസ്ട്രിബ്യൂട്ടഡ് ഇൻകം ഫ്രം ലേബർ ടു ക്യാപിറ്റൽ ആൻഡ് റൈസ് ഇൻ ഇൻകം ഇൻഇക്വാളിറ്റി. പക്ഷേ മറ്റൊരു വശം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക അസമത്വം എക്കോണമിയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. കാരണം ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ സിംഹഭാഗവും ക്യാപിറ്റലിസ്റ്റ് കൈയാളുമ്പോൾ ലേബർ ഫോഴ്സിന് വലിയ മിനിമം മാത്രമുള്ള വേജസ് അല്ലെങ്കിൽ വിഹിതം മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള ഒരു അസമത്വം എക്കോണമിയിൽ ഈ നിയോ ലിബറൽ SSA കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത സ്കൂളാണ്. അപ്പോൾ SSA സ്കൂള് നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ അക്യുമുലേഷൻ തിയറിയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. ഇനി മന്ത്ലി റിവ്യൂ സ്കൂളിൽ ദ മന്ത്ലി റിവ്യൂ സ്കൂൾ റിലേറ്റ്സ് ഫിനാൻഷ്യലൈസേഷൻ ടു ഇക്കണോമിക് സ്റ്റാഗ്നേഷൻ. അപ്പോൾ ഫിനാൻഷ്യലൈസേഷനെ ഒരു ഇക്കണോമിക് സ്റ്റാഗ്നേഷനായിട്ട് മന്ത്ലി റിവ്യൂ സ്കൂള് റിലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് സീക്സ് ടു എക്സ്പ്ലെയിൻ the economic stagnation by linking the emergence of oligopolistic industries to a reduction in investment expenditure and hence to a decline in overall economic activity. അപ്പോൾ ഇവർ ഇക്കണോമിക് സ്റ്റാഗ്നേഷനെ ഫിനാൻഷ്യലൈസേഷനുമായി റിലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇവർ റിലേറ്റ് ചെയ്യുന്നത്? അതായത് ഇക്കണോമിക് സ്റ്റാഗ്നേഷനെ മന്ത്ലി റിവ്യൂ സ്കൂൾ റിലേറ്റ് ചെയ്യുന്നത് എമർജൻസ് ഓഫ് ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രീസ്. വലിയ ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രി. എന്താ ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ? ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ വളരെ നാമമാത്രമായിട്ടുള്ള വലിയ ബിഗ് കോർപ്പറേറ്റ്സ് ആയിരിക്കും അവിടെ ഭരണം നടത്തുക. അപ്പോൾ ഈ വലിയ തോതിലുള്ള ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രീസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ ഇടയാക്കും. അതുവഴി ഓവറോൾ ഇക്കണോമി ആക്ടിവിറ്റി അവിടെ കുറയ്ക്കാൻ ഇടയാക്കും. അപ്പോൾ ഈ ഒലിഗോപോളിസ്റ്റിക് ബിഹേവിയേഴ്സ് എക്കോണമിയിൽ അധികമായി കൂടുന്നത് കൊണ്ട് ബിഗ് കോർപ്പറേറ്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് എക്കോണമിയിലെ പുതിയ എൻട്രൻറ്റ് കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ ഏർപ്പെടുമ്പോൾ അവർ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയും അതുവഴി ഓവറോൾ ഇക്കണോമി ആക്ടിവിറ്റി അവിടെ ഡിക്ലൈൻ ചെയ്യും എന്നുള്ളതാണ് ഇവർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. റൈറ്റ്. ബാരൻ ആൻഡ് സ്വീസി ഫർദർ ഇലാബറേറ്റ് ഓൺ ദി സ്റ്റാഗ്നേഷൻ തീസിസ്. സ്റ്റാഗ്നേഷൻ തീസിസ് കുറച്ചുകൂടി വിശദമായിട്ട് ബാരൻ ആൻഡ് സ്വീസി ഇവിടെ ഇലാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ദെയർ വ്യൂ ദ എമർജൻസ് ഓഫ് ലാർജ് കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് ഇൻ ഒളിഗോപോളിസ്റ്റിക് ആൻഡ് മോണോപോളിസ്റ്റിക് ഇൻഡസ്ട്രീസ് ലീഡ് നോട്ട് ഓൺലി ടു വൈഡനിങ് പ്രോഫിറ്റ് മാർജിൻസ് ബട്ട് ഓൾസോ ടു റൈസ് ഇൻ ഓവറോൾ പ്രോഫിറ്റ് ഷെയർ ആൻഡ് ഇക്കണോമിക് സർപ്ലസ്. അപ്പോൾ തുടക്കത്തിൽ ഇനിഷ്യലി ഒലിഗോപോളിസ്റ്റിക് അല്ലെങ്കിൽ മോണോപോളിസ്റ്റിക് ഇൻഡസ്ട്രീസ് അധികമായി കൂടുന്നത് കൊണ്ട് പ്രോഫിറ്റ് മാർജിൻ മാത്രമല്ല കൂടുന്നത്, ഓവറോൾ പ്രോഫിറ്റ് ഷെയർ കൂടുകയും ഇക്കണോമിക് സർപ്ലസ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഈ കോർപ്പറേഷൻസ് എല്ലാം ഒരു ഡിലമ ഫേസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഓൺ ദ വൺ ഹാൻഡ് ദേ സീക്സ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ് ആൻഡ് അക്യുമുലേറ്റ് ക്യാപിറ്റൽ. ഒരു വശം നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അധികമായി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം, ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യണം. ഓൺ ദി അതർ ഹാൻഡ് ദേ ഫേസ് പ്രോബ്ലംസ് ഇൻ മെയിൻറ്റെയിനിങ് ദെയർ പ്രോഫിറ്റ് മാർജിൻസ് ആൻഡ് ഹെൻസ് അവോയ്ഡിങ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് പ്രൈസ് റിഡക്ഷൻസ്. മറ്റൊരു വശം അവർ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് മാർജിൻ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകണം. അങ്ങനെ പ്രോഫിറ്റ് മാർജിൻ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവർക്ക് ഓവർ പ്രൊഡക്ഷൻ കുറയ്ക്കണം, പ്രൈസ് റിഡക്ഷനും അവിടെ കുറയ്ക്കണം. പ്രൈസ് കുറയ്ക്കാനും സാധിക്കില്ല, ഓവർ പ്രൊഡക്ഷൻ നടത്താനും സാധിക്കില്ല. എങ്കിൽ മാത്രമേ അവിടെ പ്രോഫിറ്റ് മാർജിൻസ് അവിടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കൂ, അല്ലേ? സച്ച് എ ടെൻഡൻസി റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഇൻ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. കാരണം എന്താണ്? ഓവർ പ്രൊഡക്ഷൻ അവർ ബോധപൂർവമായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓവർ പ്രൊഡക്ഷൻ ബോധപൂർവമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം എന്താണ്? കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അവിടെ കുറയ്ക്കുകയാണ്. ബിഗ് കോർപ്പറേറ്റ്സിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ ഉൽപ്പാദനം നടത്തുകയില്ല. കാരണം എന്താ? അത് ഓവർ പ്രൊഡക്ഷന് കാരണമായേക്കാം, അത് പ്രോഫിറ്റ് കുറച്ചേക്കാം. അതുകൊണ്ട്
അവിടെ this tendency results in reduction in capacity utilization. Ultimately, the economy falls into stagnation. Though monopolistic corporate enterprises generate huge surpluses, investment in capital stock remains low. നോക്കൂ, ഇപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോർപ്പറേറ്റ്സ് അധികമായിട്ട് സർപ്ലസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർ അവരുടെ ക്യാപിറ്റൽ സ്റ്റോക്ക് അവിടെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ്, ഈ ഓവർ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി അവർ ബോധപരമായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരെ കുറയ്ക്കും എന്നുള്ളതാണ്. So according to Foster and McChesney, since the early 1970s, a crisis of overaccumulation and stagnation has appeared repeatedly, while at the same time the financial superstructure has been growing. നോക്കൂ, അപ്പോൾ 1970-കളിൽ നോക്കുകയാണെങ്കിൽ ഓവർ അക്കുമുലേഷനുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഗ്നേഷനും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷെ ആ സമയത്ത് മറുവശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സൂപ്പർ സ്ട്രക്ചർ അവിടെ ഗ്രോയിങ് ആയിരുന്നു എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സൂപ്പർ സ്ട്രക്ചർ, ദാറ്റ് ഈസ് ഫിനാൻഷ്യലൈസേഷൻ. അപ്പോൾ ഒരു വശത്ത് ഓവർ അക്കുമുലേഷനും സ്റ്റാഗ്നേഷനും എല്ലാം നടക്കുമ്പോൾ പോലും മറുവശത്ത് ഫിനാൻഷ്യൽ സൂപ്പർ സ്ട്രക്ചർ ശക്തമായി തന്നെ വളരുകയാണ് ഉണ്ടായത് എന്നാണ് ഫോസ്റ്റർ ആൻഡ് മക്ചെസ്നി 1970-കളുടെ പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. From the 1970s onwards, the corporations started to channel surpluses into financial products instead of investing in fixed capital goods. നോക്കൂ, അതിൻ്റെ കാരണം ഇതാണ്. 1970-കളിൽ കോർപ്പറേഷൻസ് അവർക്ക് കിട്ടുന്ന സർപ്ലസ് പൂർണ്ണമായിട്ടും എന്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അത് ഫിക്സഡ് ക്യാപിറ്റൽ ഗുഡ്സിന് പകരം ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിനും മറ്റുമൊക്കെ അവർ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അധികമായി ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. ദ മണി ദാറ്റ് വാസ് ചാനൽഡ് ഇൻ ടു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ടു അസറ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ. അങ്ങനെ വരുമ്പോൾ അസറ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ടായി. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ അസറ്റിൻ്റെ എല്ലാം പ്രൈസ് വലിയ രീതിയിൽ ഇൻഫ്ലേറ്റഡ് ആയി. ഡ്യൂ ടു ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക്, ഗ്രോത്ത് വാസ് മെയിൻലി ജനറേറ്റഡ് ത്രൂ ദ ഡെറ്റ് ഫിനാൻസ്ഡ് കൺസംഷൻ ഓഫ് ദി ഹൗസ് ഹോൾഡ് സെക്ടർ വിയ വെൽത്ത് ഇഫക്റ്റ്. അപ്പോൾ വലിയ തോതിലൊന്നും ഫിക്സഡ് ക്യാപിറ്റൽ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്തത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഹൗസ് ഹോൾഡ് സെക്ടറിൽ ഡെറ്റ് ഫിനാൻസ്ഡ് കൺസംഷൻ കൂടുകയും ചെയ്തു എന്നുള്ളതാണ്. ത്രൂ വെൽത്ത് ഇഫക്റ്റ്. എന്താ വെൽത്ത് ഇഫക്റ്റ്? കാരണം എല്ലാവരും ഈ തലത്തിൽ എല്ലാ കോർപ്പറേറ്റ്സും ഈ ഫിനാൻഷ്യൽ സെക്ടറിലാണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. റിയൽ പ്രൊഡക്റ്റീവ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ എന്ന് പറയുമ്പോൾ പുതിയ ഫേംസ് തുടങ്ങാതെ, പുതിയ പ്രൊഡക്ഷൻ ഫേംസ് തുടങ്ങാതെ അവർ അവരുടെ പ്രോഫിറ്റ് മുഴുവനായും ഫിനാൻഷ്യൽ സെക്ടറിൽ ഓരോ പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും? അധികമായിട്ട് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ ഡെറ്റ് ഫിനാൻഷ്യൽ കൺസംഷൻ മാത്രമേ ഹൗസ് ഹോൾഡിനുള്ളൂ. കാരണം ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ച് അധികമായിട്ട് വരുമാനം ഈ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്തതുകൊണ്ട് ഉണ്ടാകുകയില്ല. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാത്തതുകൊണ്ട് ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ച് വരുമാനം ഉണ്ടാവുകയില്ല. അപ്പോൾ ഡെറ്റ് ഫിനാൻഷ്യൽ കൺസംഷനിലേക്ക് ഹൗസ് ഹോൾഡ് നീങ്ങുകയുണ്ടായി. ഡെറ്റ് ലെവൽസ് ഓഫ് അതർ സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി ഇൻക്രീസ്ഡ് ആസ് വെൽ, വിച്ച് ലൈക്ക് ടു റൈസ് ഇൻ ദ ഇൻസ്റ്റബിലിറ്റി ഓഫ് ദ എക്കോണമി ആസ് എ ഹോൾ. അപ്പോൾ മറ്റ് സെക്ടേഴ്സിനും ഈ ഡെറ്റ് അധികമായി കൂടുകയും എക്കോണമിയിൽ ഇൻസ്റ്റബിലിറ്റീസ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ പ്രൊഡക്റ്റീവ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്തത് കൊണ്ട് മറ്റ് സ്പെക്കുലേറ്റീവ് മാർക്കറ്റിലെ ഷെയർ മാർക്കറ്റ് ഒരു സ്പെക്കുലേറ്റീവ് മാർക്കറ്റായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ സ്പെക്കുലേറ്റീവ് മാർക്കറ്റിൽ അധികമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയോടെ കുറയുകയും എംപ്ലോയ്മെൻറ്റ് കുറയുകയും ഹൗസ് ഹോൾഡിൻ്റെ ഡെറ്റ് കൺസംഷൻ കൂടുകയും ഡെറ്റ് ഫിനാൻസ് കൺസംഷൻ റേറ്റ് കൂടുകയും അത് മറ്റ് സെക്ടേഴ്സിലേക്കും കൂടുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ എക്കോണമിയിൽ വലിയ തോതിൽ ഇൻസ്റ്റബിലിറ്റീസ് ഉണ്ടായി. So Foster argues that by the late 1970s, capitalism entered a new phase which he called monopoly finance capital. ഇനി 1970-കളുടെ അവസാനത്തിൽ ക്യാപിറ്റലിസം മറ്റൊരു ഫേസിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. മൊണോപ്പൊളി ഫിനാൻസ് ക്യാപിറ്റൽ. The defining feature of this phase are, among others, the accelerating increase in financial bubbles and financial speculation. ഇപ്പോൾ ഫിനാൻഷ്യൽ ബബിൾസും ഫിനാൻഷ്യൽ സ്പെക്കുലേഷനും ഈ മൊണോപ്പൊളി ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ
ഡിഫൈനിങ് ഫീച്ചേഴ്സാണ്. ഫിനാൻഷ്യൽ ബബിൾസ് നമുക്കറിയാം. ഇപ്പോൾ അമേരിക്കയിലുണ്ടായ 2008 ക്രൈസിസ് ഫിനാൻഷ്യൽ ബബിളാണ് അല്ലേ, ഹൗസിംഗ് ബബിൾ എന്നൊക്കെ പറയും. ഹൗസിംഗ് ബബിൾ, അതിന് മുമ്പ് തന്നെ ഫിനാൻഷ്യൽ ബബിൾ അമേരിക്കയിലുണ്ടായിരുന്നു. ഹൗസിംഗ് ബബിളിന് മുമ്പ് തന്നെ ഫിനാൻഷ്യൽ ബബിൾ ഉണ്ടായിരുന്നു. അതായത് വലിയ തോതിലുള്ള സ്റ്റോക്ക് പ്രൈസിൽ ഇൻക്രീസ് ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് ആ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് നിലംപതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കുമ്പള പോലെ, കുമ്പളയ്ക്ക് ആയുസ് എത്ര സെക്കൻഡ്സ് ഉണ്ട്? വളരെ കുറഞ്ഞ സെക്കൻഡ്സ് മാത്രമേ കുമ്പളകൾക്ക് ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റോക്ക് പ്രൈസിൽ ഇൻക്രീസ് ഉണ്ടായി. ആ ഇൻക്രീസ് എന്ന് പറയുന്നത് വളരെ നാമമാത്രമായിട്ടുള്ള കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരും. അതാണ് ഫിനാൻഷ്യൽ ബബിൾസ്. The profits of financial corporations have risen, and both financial and non-financial corporations have reliance on financial activities. ഇപ്പോൾ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിൻ്റെ പ്രോഫിറ്റ് എല്ലാം ഈ ഫിനാൻഷ്യൽ സ്പെക്കുലേഷൻ ആക്ടിവിറ്റീസ് വന്നതോടുകൂടി തന്നെ ഇൻക്രീസ് ചെയ്തു. ഫിനാൻഷ്യൽ കോർപ്പറേഷൻസും നോൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസും എല്ലാം അധികമായി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തു, ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. മോറോവർ ഹി ഒബ്സർവ്സ് ദ റൈസ് ഇൻ ദി ഇൻകം ഇനീക്വാളിറ്റി ആസ് അനദർ ഡിഫൈനിങ് ഫീച്ചർ which generates a rise in the household's indebtedness, inducing stagnating or falling real wages. That is right. According to Foster, a more unequal distribution of income is a prerequisite for the functioning of the monopoly finance capital. അപ്പോൾ മൊണോപ്പൊളി ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ് എന്നുള്ളതാണ്. ഇൻ സമ്മറി, ദ മെയിൻ ആർഗ്യുമെൻറ്റ് ബ്രോഡ് ഫോർവേഡ് ബൈ മന്ത്ലി റിവ്യൂ സ്കൂൾ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റാഗ്നേഷൻ ദാറ്റ് ജനറേറ്റ്സ് ഫിനാൻഷ്യലൈസേഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ മന്ത്ലി സ്കൂളിൻ്റെ ഒരു കൺക്ലൂഡിങ് റിമാർക്ക് എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷനാണ് ഫിനാൻഷ്യലൈസേഷനെ ജനറേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാഗ്നേഷൻ ദാറ്റ് ജനറേറ്റ്സ് ഫിനാൻഷ്യലൈസേഷൻ അക്കോർഡിംഗ് ടു ദി എംപിരിക്കൽ എവിഡൻസ് റേസ്ഡ് ബൈ the so many heterodox economists like Foster and McChesney etc. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് ഫിനാൻഷ്യലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. റൈറ്റ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് വായിക്കുക. താങ്ക് യു.